അസ്സലാമു അലൈക്കും. 8ാം ക്ലാസ്സിലെ ദുറൂസുൽ ഇഹ്സാൻ 3-ാം പാഠം അർ-റാഹിമൂന യർഹമുഹുമുർ റഹ്മാൻ എന്ന പാഠമാണ് ഈ ഒരു വീഡിയോയിലൂടെ നമ്മൾ പഠിക്കാൻ പോകുന്നത്. വളരെ കുറഞ്ഞ സമയം കൊണ്ട് അർത്ഥവും തദ്രീബാത്തും സ്ക്രീനിൽ നോക്കി തന്നെ പഠിക്കാവുന്ന രീതിയിലാണ് ഈ വീഡിയോ നിർമ്മിച്ചിട്ടുള്ളത്. നമുക്ക് നേരെ പാഠത്തിലേക്ക് പ്രവേശിക്കാം. വല്ലാഹു സുബ്ഹാനഹു വതആല അല്ലാഹു സുബ്ഹാനഹു വതആല വസഫ വിശേഷിപ്പിച്ചു നഫ്സഹു അവനെ തന്നെ. അല്ലാഹു സ്വന്തത്തെ കുറിച്ച് വിശേഷിപ്പിച്ച് പറയുകയാണ്. എന്ത്? വഹുവ അവൻ അർഹമു ഏറ്റവും കൂടുതൽ കരുണ ചെയ്യുന്നവനാണ്. അർ-റാഹിമീൻ കരുണ ചെയ്യുന്നവരിൽ ഏറ്റവും കൂടുതൽ കരുണ ചെയ്യുന്നവനാണ് ആര്? അല്ലാഹു. വഖാല അല്ലാഹു വീണ്ടും പറഞ്ഞു. എന്ത്? ഫി ഹഖ് നബിയിന മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മുടെ നബിയായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കടമയായിട്ട് അല്ലാഹു പറയാണത്. വമാ അർസൽനാക അങ്ങയെ നാം അയച്ചിട്ടില്ല ഇല്ലാ റഹ്മത്തൻ ലിൽ ആലമീൻ ലോകങ്ങൾക്ക് കാരുണ്യമായിട്ടല്ലാതെ അങ്ങയെ നാം നിയോഗിച്ചിട്ടില്ല. വറഹ്മത്തു കാരുണ്യം നബിയിന നമ്മുടെ നബിയുടെ, അതായത് മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മുടെ നബിയായ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കാരുണ്യം തഉമ്മു വ്യാപിച്ചിരിക്കുന്നു, ജമീഅ മുഴുവനും, മാഫിൽ ആലം ലോകത്തിലുള്ള എല്ലാത്തിലും നമ്മുടെ നബിയുടെ കാരുണ്യം വ്യാപിച്ചിരിക്കുന്നു. ഫഅലൈന അപ്പോൾ നമ്മുടെ മേൽ ബാധ്യതയാണ് ഇത്തിബാഉ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നബി തങ്ങളെ ഫോളോ ചെയ്യൽ, ഫി റഹ്മതി കാരുണ്യത്തിൽ, വൽ ഇഹ്സാനി നന്മ ചെയ്യുന്നതിലും, ഇലാ കുല്ലി മഖ്ലൂഖിൻ എല്ലാ സൃഷ്ടികളിലേക്കും. നമ്മുടെ നബിയുടായ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കാരുണ്യം ലോകത്തിലുള്ള എല്ലാത്തിലും വ്യാപിച്ചിരിക്കുന്നു. അതുകൊണ്ട് തന്നെ എല്ലാ സൃഷ്ടികളിലേക്കും നന്മ ചെയ്യുന്നതിലും കാരുണ്യം ചെയ്യുന്നതിലും നബി തങ്ങളെ ഫോളോ ചെയ്യൽ നമ്മുടെ മേൽ ബാധ്യതയാണ്. വൽ അഖ്റബു ഏറ്റവും അടുത്തവൻ, ഇലൈന നമ്മിലേക്ക്, ഹുവ അവനാണ്, അഹഖു ഏറ്റവും അവകാശപ്പെട്ടവൻ, ബിറഹ്മതി കാരുണ്യം കൊണ്ട്, വൽ ഇഹ്സാനി നന്മ കൊണ്ടും. നമ്മിലേക്ക് ഏറ്റവും അടുത്ത ആളോടാണ് നമ്മൾ ഏറ്റവും കൂടുതൽ കരുണയും നന്മയും ചെയ്യേണ്ടത്. അതാരൊക്കെയാണ്? വൽ ആബാഉ ഉപ്പമാര്, വൽ ഉമ്മഹാത്തു ഉമ്മമാര്, വൽ അസ്വാജു ഭാര്യ ഭർത്താക്കന്മാര്, വൽ ഔലാദു മക്കള്, വൽ അഖരിബാഉ കുടുംബക്കാര്, വൽ ജീറാനു അയൽവാസികൾ, കുല്ലുഹും അവരെല്ലാവരും, അഹിഖാഉ ഏറ്റവും അവകാശപ്പെട്ടവരാണ്, ബിറഹ്മ കാരുണ്യം കൊണ്ട്. എങ്ങനെയാണ് അവരോട് കരുണ ചെയ്യുന്നത്? ബി അൻ നഖ്ളിയ നമ്മൾ നിറവേറ്റിക്കൊണ്ട്, ഹാജാത്തിഹിം അവരുടെ ആവശ്യങ്ങളെ. എങ്ങനെയൊക്കെയാണ് അവരുടെ ആവശ്യങ്ങളെ നമ്മൾ നിറവേറ്റി കൊടുക്കുക? ബിൽ ഇത്ആമി അവർക്ക് വേണ്ടി ഭക്ഷണം നൽകൽ കൊണ്ട്, വൽ ഇൽബാസി അവർക്ക് വേണ്ടി വസ്ത്രങ്ങൾ നൽകൽ കൊണ്ട്, വൽ ഇഹ്സാനി അവർക്ക് നന്മ ചെയ്യൽ കൊണ്ട്, വൽ ഇർഷാദി അവർക്ക് മാർഗദർശനം നൽകൽ കൊണ്ട്, ബിമായും കിനു സാധ്യമാകും വിധം ഇതൊക്കെ ചെയ്യണം. സാധ്യമാകും വിധം ചെയ്താൽ മതി. അല മുഖ്തദൽ ഹാൽ സന്ദർഭത്തിനനുസരിച്ച്, ആവശ്യത്തിനനുസരിച്ച് എന്ത് ചെയ്യുക? സാഹചര്യത്തിനനുസരിച്ച് എന്ത് ചെയ്യുക? അവർക്ക് വേണ്ടിയുള്ള ഭക്ഷണം, അവർക്ക് വേണ്ടിയുള്ള വസ്ത്രം, അവർക്ക് വേണ്ടി നന്മ ചെയ്തു കൊടുക്കുക, മാർഗദർശനം ചെയ്യുക. ഇതൊക്കെയാണെന്ത്? ഇങ്ങനെയൊക്കെ ചെയ്തുകൊണ്ടാണ് അവർക്ക് നമ്മൾ കരുണ ചെയ്യേണ്ടത്. ഇനി വയർഹമു കരുണ ചെയ്യണം, അൽ ഖവിയു ശക്തിമാൻ, ശക്തിയുള്ള ആളുകൾ കരുണ ചെയ്യും. ആരോട്? അല്ലാഹ് ബലഹീനരായ ആളുകളോട്. വൽ കബീറു അതുപോലെ വലിയ ആളുകൾ കരുണ ചെയ്യണം. ആരോട്? അസ്സഗീറ ചെറിയ ആളുകളോട്. വൽ മുഅല്ലിമു ഉസ്താദ് കരുണ ചെയ്യണം. ആരോട്? അത്തിൽമീദ വിദ്യാർത്ഥികളോട്. വത്വബീബു ഡോക്ടർ കരുണ കാണിക്കണം. ആരോട്? അൽ മരീള രോഗിയോട്. വറബ്ബുൽ അമലി മുതലാളി കരുണ കാണിക്കണം. ആരോട്? അൽ ആമില തൊഴിലാളിയോട്. വത്താജിറു കച്ചവടക്കാരൻ കരുണ കാണിക്കണം. ആരോട്? അൽ മുഷ്തരിയ വാങ്ങുന്നവനോട്. ഖാല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നബി തങ്ങൾ പറഞ്ഞു. എന്താ പറഞ്ഞത്? അർ-റാഹിമൂന കരുണ ചെയ്യുന്നവർ.
യർഹമുഹും അവരോട് കരുണ ചെയ്യും. ആര്? അർ റഹ്മാൻ, ഏറ്റവും കൂടുതൽ കരുണ ചെയ്യുന്നവൻ. അതായത് അള്ളാഹു. കരുണ ചെയ്യുന്നവരോട് അള്ളാഹു കരുണ കാണിക്കും. ഇർഹമു, നിങ്ങൾ കരുണ ചെയ്യുക, മൻഫിൽ അർളി, ഭൂമിയിൽ ഉള്ളവരോട്. യർഹമുക്കും, നിങ്ങളോട് കരുണ കാണിക്കും. ആര്? മൻഫിസ് സമാഇ, ആകാശത്തിലും ഉള്ളവൻ. കരുണ കാണിക്കുന്നവരോട് അള്ളാഹു കരുണ കാണിക്കും. നിങ്ങൾ ഭൂമിയിലുള്ളവരോട് കരുണ കാണിക്കുക, ആകാശത്തിലും ഉള്ളവൻ നിങ്ങളോട് കരുണ കാണിക്കും. വഅലൈന, നമ്മുടെ മേൽ ബാധ്യതയാണ്, നിർബന്ധമാണ്. അൻ നർഹമ, നമ്മൾ കരുണ കാണിക്കൽ. ലികുല്ലി ഹയവാനിൻ, എല്ലാ മൃഗങ്ങളോടും എല്ലാ ജീവികളോടും കരുണ കാണിക്കൽ നമ്മുടെ മേൽ ബാധ്യതയാണ്. വഫിൽ ഹദീസി, ഹദീസിലുണ്ട്, ബൈനമാ റജുലുൻ യംഷി, ഒരാൾ നടക്കുന്നതിനിടയിൽ, ബിത്വരീഖിൻ, ഒരു വഴിയിലൂടെ ഇങ്ങനെ നടക്കുന്നതിനിടയിൽ, ഇഷ്തദ്ദ അലൈഹി, അദ്ദേഹത്തിന്റെ മേൽ ശക്തമായി, അൽ അത്ഷു, ദാഹം, അദ്ദേഹത്തിന് നന്നായി ദാഹിച്ചു. ഫവജദ, അപ്പോൾ അദ്ദേഹം എത്തിച്ചു, ബിഅ്റൻ, ഒരു കിണർ. അതായത് ഒരാൾ ഒരു വഴിയിലൂടെ ഇങ്ങനെ സഞ്ചരിക്കുന്ന സമയത്തിന് ശക്തമായ ദാഹം അദ്ദേഹത്തിന് അനുഭവപ്പെടുകയുണ്ടായി. ആ സമയത്ത് അദ്ദേഹം ഒരു കിണർ കണ്ടു. ഫനസല, അപ്പോൾ അദ്ദേഹം ഇറങ്ങി, ഫീഹ, ആ കിണറിൽ ഇറങ്ങി. എന്നിട്ടോ ഫശരിബ, അപ്പോൾ അദ്ദേഹം കുടിച്ചു. അതായത് കിണറിൽ ഇറങ്ങി വെള്ളം കുടിച്ചു. സുമ്മ, പിന്നീട് ഖറജ, അദ്ദേഹം പുറപ്പെട്ടു. ഫഇദ, അപ്പോൾ അന്നേരം അദ്ദേഹം വെള്ളം കുടിച്ച് കിണറിൽ നിന്ന് പുറപ്പെട്ട ആ സമയത്ത്, കൽബുൻ, ഒരു നായ, യൽഹസു, നാവ് നീട്ടിയിരിക്കുന്നു. ദാഹം കാരണം നാവ് നീട്ടിയിരിക്കുന്നു. മാത്രമല്ല യഅ്കുലു, ആ നായ തിന്നുന്നു, അസ്സറ, നനഞ്ഞ മണ്ണ് തിന്നുന്നു, മിനൽ അത്വശി, ദാഹത്താൽ, ശക്തമായ ദാഹത്താൽ ആ നായ നാവ് പുറത്തിടുകയും നനവുള്ള മണ്ണ് തിന്നുകയും ചെയ്യുന്നു. ഫഖാല റജുലു, അപ്പോൾ അയാൾ പറഞ്ഞു, ലഖദ് ബലഗ ഹാദൽ കൽബു, ഈ പട്ടിക്ക് തീർച്ചയായും എത്തിയിരിക്കുന്നു, മിനൽ അത്വശി, ദാഹത്താൽ, ഈ നായ്ക്കും ശക്തമായ ദാഹം എത്തിയിരിക്കുന്നു. മിസ്ലല്ലദീ കാന ഖദ് ബലഗ മിന്നി, എനിക്ക് നേരത്തെ ഉണ്ടായിരുന്ന ദാഹം പോലെ ഈ നായക്കും ഇപ്പോൾ ദാഹം എത്തിയിരിക്കുന്നു, ദാഹം ഉണ്ടായിരിക്കുന്നു. ഫനസല, അപ്പോൾ അദ്ദേഹം ഇറങ്ങി, അൽ ബിഅ്റ, കിണറ്റിലിറങ്ങി. ഫമലഅ, എന്നിട്ടോ നിറച്ചു, ഹുഫഹു, അദ്ദേഹത്തിന്റെ ഹുഫ നിറച്ചു, മാഅൻ, വെള്ളത്താൽ. സുമ, പിന്നീട് അംസകഹു, അദ്ദേഹം മുറുകെ പിടിച്ചു, ബിഫീഹി, അദ്ദേഹത്തിന്റെ വായ കൊണ്ട്, ഹത്താ റഖിയ, അദ്ദേഹം കയറുന്നത് വരെ. ഫസഖൽ കൽബ, എന്നിട്ടോ ആ നായയെ വെള്ളം കുടിപ്പിച്ചു. അദ്ദേഹം എന്ത് ചെയ്തു? കിണറിലേക്ക് ഇറങ്ങി, അദ്ദേഹത്തിന്റെ ഹുഫയിൽ വെള്ളം എടുത്ത് ആ ഹുഫ വായിൽ കടിച്ചു പിടിച്ചിട്ട് എന്ത് ചെയ്തു? മുകളിലേക്ക് കയറി ആ വെള്ളം നായക്ക് കൊടുത്തു. ഫശകറല്ലാഹു, അപ്പോൾ അള്ളാഹു അദ്ദേഹത്തിന് പ്രതിഫലം നൽകി. ഫഗഫറ ലഹു, അള്ളാഹു അദ്ദേഹത്തിന് പുറത്തു കൊടുക്കുകയും ചെയ്തു. ഇത് നബി തങ്ങൾ സ്വഹാബികളോട് പറഞ്ഞ ഒരു കഥയാണ്. അപ്പോൾ സ്വഹാബികൾ നബി തങ്ങളോട് ചോദിക്കുകയാണ്, എന്ത്? ഖാലൂ, സ്വഹാബികൾ പറഞ്ഞു, യാ റസൂലല്ലാഹ്, അള്ളാഹുവിന്റെ റസൂലേ, ഇന്ന ലനാ ഫിൽ ബഹാഇമി അജ്റൻ, തീർച്ചയായും മൃഗങ്ങളിലും നമുക്ക് പ്രതിഫലമുണ്ടോ? അതായത് മൃഗങ്ങൾക്ക് ഭക്ഷണം കൊടുത്താൽ നമുക്ക് പ്രതിഫലം കിട്ടുമോ? ഫഖാല, അപ്പോൾ നബി തങ്ങൾ പറഞ്ഞു, ഫീ കുല്ലി കബിദിൻ റത്ബത്തിൻ അജ്റുൻ, എല്ലാ പച്ചക്കരളുള്ള ജീവികൾക്ക് നൽകുന്നതിലും കൂലിയുണ്ട്. ഫീ കുല്ലി കബിദിൻ റത്ബത്തിൻ, എല്ലാ പച്ചക്കരളുള്ള മൃഗങ്ങൾക്കും പച്ചക്കരളുള്ളതിലും അജ്റുൻ, പ്രതിഫലമുണ്ട്. നുജീബു, നമുക്ക് ഉത്തരം പറയാം. മനിൽ മൗസൂഫു ബി അന്നഹു അർഹമുർ റഹീമീൻ, കരുണ ചെയ്യുന്നവരിൽ ഏറ്റവും കൂടുതൽ കരുണ ചെയ്യുന്നവൻ എന്ന് വിശേഷിപ്പിച്ചത് ആരെയാണ്? അള്ളാഹു, അള്ളാഹുവിനെ കുറിച്ചാണ് അങ്ങനെ പറഞ്ഞത്. അടുത്തത്, മനിൽ മൗസൂഫു ബി അന്നഹു റഹ്മത്തുൽ ലിൽ ആലമീൻ, ലോകങ്ങൾക്ക് കരുണയാണ് എന്ന് വിശേഷിപ്പിച്ചത് ആരെയാണ്? നബിയുന മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം, നമ്മുടെ നബിയായ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെയാണ് അങ്ങനെ വിശേഷിപ്പിച്ചത്.
അടുത്ത ചോദ്യം, മനിൽ അഹഖു ബിറഹ്മതിന, നമ്മുടെ കാരുണ്യം കൊണ്ട് ഏറ്റവും അവകാശപ്പെട്ടവർ ആരാണ്? നമ്മൾ ഏറ്റവും കൂടുതൽ ആർക്കാണ് കരുണ ചെയ്യേണ്ടത്? അൽ ആബാഉ, ഉപ്പമാര്, വൽ ഉമ്മഹാത്തു, ഉമ്മമാര്, വൽ അസ്വാജു, ഇണകള്, വൽ അഖരിബാഉ, കുടുംബക്കാര്, വൽ ജീറാനു, അയൽവാസികള്. നൂസിലു റാഹിമ ബിൽ മർഹൂമി, ആർക്കാണ് കരുണ ചെയ്യേണ്ടത് എന്നുള്ളത് യോജിപ്പിക്കാനാണ്. അത്തൊബീബു, ഡോക്ടർ ആർക്കാണ് കരുണ ചെയ്യേണ്ടത്? വളരെ സിമ്പിൾ ആണ്. അൽ മരീദ, രോഗിക്ക്. അൽ മുഅല്ലിമു, ഉസ്താദ് ആരോടാണ് കരുണ ചെയ്യേണ്ടത്? അത്തിൽമീദ, വിദ്യാർത്ഥികളോട്. അൽ ഖവിയു, ശക്തിയുള്ളവൻ ആരോടാ കരുണ ചെയ്യേണ്ടത്? അൽ-ളഈഫ, ബലഹീനനോട്. അൽ കബീർ, വലിയവൻ ആരോടാ കരുണ ചെയ്യേണ്ടത്? അസ്സഗീറ, ചെറിയവനോട്. നക്തുബുൽ മഅന, നമുക്ക് അർത്ഥം എഴുതാം. ഇൽബാസുൻ, ധരിപ്പിക്കൽ. യൽഹസു, നാവ് നീട്ടുക. അസ്സറ, നനവുള്ള മണ്ണിനാണ് സറ എന്ന് പറയാം. ഖബീദുൻ, കരൾ.